മണിമുല്ല രണ്ടാമത്തെ തവണയാട്ടോ ഈ വർഷം പൂക്ക് മുട്ടിടുന്നത്. കാരണം ഇപ്പോൾ ക്രിസ്മസിന് 2 ദിവസം മുമ്പ് നിറച്ചും പൂവൊക്കെ ഇട്ട് അതൊരു 3-ാം ദിവസം കൊഴിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ 2ാം പ്രാവശ്യം വീണ്ടും ഇതാ മുട്ടിട്ട് ഇങ്ങനെ 2 പ്രാവശ്യമൊക്കെ വിരിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്കിത് ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും അങ്ങനെ വിരിയുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം കൂടി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ അത് നിറച്ച് മുട്ടിട്ടിരിക്കുകയാണ്, വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. നാളെ എന്തായാലും ഇത് ഫുള്ളായിട്ട് വിരിയും. നാളത്തെ പുതുവർഷ പുലരി പിന്നെ ഏതായാലും മനോഹരമായി പൂക്കൾ കൊണ്ട് നിറയുന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കപ്പാടായിരിക്കും അല്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് അടയാന്തസ്, ഇതൊക്കെ ഞാൻ വിത്ത് വാങ്ങി മുളപ്പിച്ചത് തൈകളാട്ടോ. ഇതിലൊക്കെ മുട്ടിട്ട് പൊട്ടും പൂവൊക്കെ ഇട്ട് വരുന്നത് കണ്ടോ, പല കളറുണ്ട്. മിക്സഡ് സീഡ്സൊക്കെയാണ്, ഡയാന്തസ് ആണത്. പിന്നെ പെറ്റൂണിയൊക്കെ അതിന് മുമ്പേ വിരിഞ്ഞിരുന്നു. കുറേ പൂക്കളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, വിരിഞ്ഞിരുന്ന പൂക്കളെയൊക്കെ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഞാൻ ഓരോ ഷോട്ടിൽ ഇട്ടിരുന്നു. ഇത് വെർബിന അത് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഹൈബ്രിഡ് വിത്ത് വാങ്ങിയിട്ട് മുളപ്പിച്ച് നമുക്ക് വാങ്ങുമ്പോൾ 50 രൂപയെങ്കിലും കൊടുക്കുന്നുണ്ട് തൈക്ക്. പക്ഷേ വിത്ത് വാങ്ങുമ്പോൾ ഒരുപാട് കളറുകളൊക്കെ നമുക്കിങ്ങനെ കിട്ടും.